ബാലഗ്രാം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി CPM-ലെ എസ് മോഹനെ വീണ്ടും തെരഞ്ഞെടുത്തു. CPI-ലെ KC സോമനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF മുഴുവൻ സീറ്റുകളും നേടി വിജയിച്ചിരുന്നു. 35 വർഷമായി UDF ഭരിച്ചിരുന്ന ബാങ്ക് 2019-ലാണ് LDF പിടിച്ചെടുത്തത്. നിലവിൽ UDF-നുണ്ടായിരുന്ന 4 സീറ്റുകളിലടക്കം ദയനീയ പരാജയമാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. 13 സീറ്റുകളിലാണ് മത്സരങ്ങൾ നടന്നത്. 3 വനിതകൾ ഉൾപ്പെടെയുള്ളവരാണ് LDF പാനലിൽ മത്സരിച്ചത്. CPM-ൽ നിന്നും 9 പേർ മത്സരിച്ചപ്പോൾ CPI-ൽ നിന്നും 3 പേരും കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരാളുമാണ് മത്സരിച്ചത്. ഇവർ എല്ലാവരും തന്നെ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇത് ജനങ്ങൾ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് എസ് മോഹനൻ പറഞ്ഞു. ഈ ഭരണസമിതിക്കെതിരെ ആവശ്യമില്ലാത്ത ചില കുപ്രചരണങ്ങൾ നടത്തിയ ചില ആൾക്കാർ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവരെല്ലാം പിന്തള്ളിച്ചുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരണസമിതിയെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. വരുന്ന ആളുകളിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അവർക്ക് സേവനം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ തന്നെ ഈ നാട്ടിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും എല്ലാം സഹായിക്കുന്ന വ്യവസായികളെയും വ്യാപാരികളെ ഉൾപ്പെടെ സഹായിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിക്കും. സാമ്പത്തികപരമായി കേരളത്തിലെ സഹകരണ സംഘത്തെ വിവിധ രീതിയിൽ പ്രചരണം കൊടുത്ത് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അത് ഈ ബാലഗ്രാം ബാങ്കിന്റെ പരിസരത്തും ബാലഗ്രാം ബാങ്കിന്റെ ചുറ്റുവട്ടത്തുള്ളവരും ഈ ബാങ്കിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് സഹകാരികളോടൊപ്പം പ്രവർത്തിക്കുകയും അഴിമതിരഹിതമായി 1 രൂപ പോലും അഴിമതി നടത്താതെയും അനധികൃതമായി ലോൺ കൊടുക്കാതെയുമാണ് ഈ ഭരണസമിതി കഴിഞ്ഞ 5 വർഷം പ്രവർത്തിച്ചത്. 6 കോടി രൂപ ഗവൺമെന്റ് പാക്കേജിൽ ഉൾപ്പെടുത്തി തന്നത്. ആ 6 കോടി രൂപയും ഈ നാട്ടിലെ സാധാരണ കൃഷിക്കാരും പാവപ്പെട്ടവരുമായവർക്ക് 50,000 രൂപ വെച്ച് കൊടുത്ത് കോവിഡ് സമയത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് പണിയില്ലായിരുന്ന സമയത്ത് അവരെ സഹായിച്ചിട്ടുണ്ട്. തുടർന്നും ഈ വരുന്ന നാളുകളിൽ ഈ ബാങ്ക് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുകയും അവരോടൊപ്പം അവർ ഞങ്ങളെ ചേർത്ത് പിടിച്ചതുപോലെ തന്നെ അവരെയും ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഈ ഭരണസമിതി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകാരികളോടൊപ്പം ഉണ്ടാകുമെന്നാണ് ഈ അവസരം. ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ CPM-ലെ എസ് മോഹനനെ പ്രസിഡന്റായും CPI-ലെ KC സോമനെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. മുൻ പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ പഞ്ചായത്ത് അംഗവും CPIM നെടുങ്കണ്ടം ഏരിയ കമ്മിറ്റി അംഗവുമായ മോഹനൻ ഇത് 2ാം തവണയാണ് ബാങ്കിന്റെ പ്രസിഡന്റാവുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.